വയനാട് കള്ളാടി ദുരന്തത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ മന്ത്രി എ.പി. അനിൽകുമാർ. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപ്പര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാതയിൽ തീരുമാനം ഉണ്ടാകൂ എന്നും എ.പി. അനിൽകുമാർ പറഞ്ഞു. കള്ളാടിയിൽ തെരച്ചിൽ വിപുലമാക്കി. ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ തുർക്കി സന്നദ്ധ സംഘടന കൂടി തെരച്ചിലിനായി എത്തും. പുഴയിൽ 30 അംഗ NDRF സംഘം പരിശോധന നടത്തുന്നുണ്ട്. റോഡിന് ഇരുവശവും കൂടിക്കിടക്കുന്ന മണ്ണ് ചൂരൽമലയിലേക്ക് കൂടി കൊണ്ടുപോകും. മണ്ണ് ഉടൻ മാറ്റുന്നത് സുരക്ഷിതമല്ല എന്നാണ് കൊങ്കൺ റെയിൽവേയുടെ നിലപാട്. വിദഗ്ധ അഭിപ്രായം തേടും. അതിനുശേഷം മാത്രമായിരിക്കും സർക്കാർ തീരുമാനം. മണ്ണ് മാറ്റിയാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും അഭിപ്രായമുണ്ടെന്നും വിദഗ്ധ സമിതിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. അതേസമയം കള്ളാടി ദുരന്തത്തിൽ കണ്ടെത്താനുള്ള 2 പേർക്കായി 4ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. 2 സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ. തുരങ്കപാതയുടെ 2 ഭാഗത്തേക്കും മണ്ണ് മാറ്റിത്തുടങ്ങും. കൊങ്കൺ റെയിൽവേയുടെ പ്രത്യേക സംഘം ഇന്ന് ദുരന്ത സ്ഥലത്തെത്തും. തുരങ്കപാത പദ്ധതി തുടരണോ എന്ന് പഠിക്കാനുള്ള വിദഗ്ധ സമിതിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.